കണ്ണൻ ഗോപിനാഥൻ IAS ഇത്ര മണ്ടനോ? ഞാൻ ഈ ചോദിച്ചതുപോലെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം, ഇത്രയും മിടുക്കനായ ഒരു IAS ഓഫീസർ ഇത്രയും വലിയൊരു മണ്ടത്തരം കാണിക്കുമോ എന്ന്. ഇപ്രകാരം ചോദിക്കുവാൻ കാരണം കണ്ണൻ ഗോപിനാഥൻ IASനെ നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിനെതിരെ വളരെ ശക്തമായ രീതിയിൽ വിമർശനങ്ങൾ നടത്തി ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് സിവിൽ സർവീസ് തന്നെ വേണ്ടെന്ന് വെച്ച് കളത്തിലിറങ്ങിയ മിടുമിടുക്കനായ ഒരു IAS ഓഫീസറാണ് കണ്ണൻ ഗോപിനാഥൻ. എടുത്തു പറയേണ്ടുന്ന കാര്യം, അദ്ദേഹം ഒരു മലയാളിയാണ്. നമ്മുടെ കോട്ടയം കൂരോപ്പട സ്വദേശിയായ ഒരു മലയാളിയാണ് കണ്ണൻ ഗോപിനാഥൻ IAS. അദ്ദേഹം 2012 ബാച്ചിലെ IAS ഓഫീസറാണ്. അതുപോലെ അദ്ദേഹം 2019 രാജിവെച്ച് പുറത്തു വന്നത്. BJP സർക്കാരിനെതിരെ, അവരുടെ നിലപാടുകൾക്കെതിരെ, CIA, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതിഷേധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനുള്ള ശ്രമങ്ങളും ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം ആ സിവിൽ സർവീസ് വേണ്ട എന്ന് വെച്ച് പുറത്ത് വരികയായിരുന്നു. അത്രയും ഡയറിംഗ് ആയിട്ടുള്ള മിടുക്കനായ വളരെ ഇൻ്റലിജൻ്റായ ഒരു 40 വയസ്സുകാരനാണ് ഈ കണ്ണൻ ഗോപിനാഥൻ. ഞങ്ങളെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ 11:30 AICC ആസ്ഥാനത്ത് വെച്ച് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ നാശത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, കണ്ണൻ ഗോപിനാഥൻ ഇത്ര മണ്ടനാണോ എന്ന്. ഇപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ചിന്താഗതികളും ഒക്കെ വെച്ച് BJPയുമായിട്ട് അദ്ദേഹത്തിന് ഒത്തുപോകാൻ സാധിക്കില്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് അങ്ങനെ ഒരു കമാൻഡില്ല. കർണാടക ആസ്ഥാനമാക്കിയുള്ള ഒരു ലോബി, നമുക്കറിയാം, ഗാർഖയെ പോലുള്ള ഒരു മൂങ്ങ, ഒരു 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 കളിപ്പാവയെ വെച്ചിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇതിൻ്റെ സകല നിയന്ത്രണവും ഇന്ന് കർണാടക ലോബി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കർണാടക ലോബി അദ്ദേഹത്തിന് എന്തെങ്കിലും വലിയ വാഗ്ദാനം നൽകി അദ്ദേഹത്തെ എടുത്തതായിരിക്കുമോ? യുവമാരുടെ അത്തരം ഓഫറുകളിൽ കണ്ണൻ ഗോപിനാഥൻ വീഴുമോ എന്നതൊക്കെയാണ് സംശയം. കണ്ണൻ ഗോപിനാഥനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല, വളരെ മിടുക്കനായ, വളരെ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. ഇതേപോലെയുള്ള മിടുമിടുക്കന്മാരായ ഡെയറിംഗ് ആയിട്ടുള്ള യുവാക്കന്മാരാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരേണ്ടത്. യാതൊരു സംശയവുമില്ല. ഇതേപോലെ മിടുമിടുക്കന്മാർ ഓർക്കണം, എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു IAS കരിയർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു കരിയർ വേണ്ട എന്ന് വെച്ച് അത് വലിച്ചെറിഞ്ഞ് പുറത്തു വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവല് നമ്മൾ ഓർത്തു വെക്കണം. അദ്ദേഹത്തെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. അത്രയും മിടുക്കനായ ഒരു യുവാവാണ് കണ്ണൻ ഗോപിനാഥൻ. അന്നേരം ഇതേപോലെയുള്ളവർ നമ്മുടെ നാടിനാവശ്യമാണ്, നമ്മുടെ രാഷ്ട്രത്തിനാവശ്യമാണ്. ഇത്രയും ബുദ്ധിവൈഭവമുള്ള, ചിന്താശേഷിയുള്ള, കഴിവുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ഉള്ള, എക്സ്പോഷറുള്ള രാഷ്ട്രീയക്കാരന്മാരുടെ സകല കുടിലതകളും അടുത്തിരുന്ന് കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള, കൃത്യമായ ഒരു വിഷനും അതുപോലെ തന്നെ പെർസെപ്ഷനും ഒക്കെയുള്ള ഈ കഴിവുള്ള യുവനേതാക്കന്മാരാണ് രാഷ്ട്രീയത്തിൽ വരണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കോൺഗ്രസിൽ ഇതുപോലുള്ള ഈ മരവാഴകൾ ഇരിക്കുന്നിടത്ത് ഇദ്ദേഹത്തിന് എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്ന ഒരു ഞെട്ടലിലാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ ഇത് ഈ കോൺഗ്രസിനെ ഇകഴ്ത്തുവാനോ കണ്ണൻ ഗോപിനാഥനെ വ്യക്തിഹത്യ ചെയ്യുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് എങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ശശി തരൂർ എത്രയോ മിടുമിടുക്കനായ ഒരു നേതാവായിരുന്നു. യുണൈറ്റഡ് നേഷൻസിൽ വരെ ഒരു എക്സ്പോഷറുള്ള, അദ്ദേഹത്തെ പോലെ ഇന്ന് സംസാരിക്കുവാൻ കഴിവുള്ള ഒരൊറ്റ ഒരാളെങ്കിലും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടോ? എവിടെയും കൊണ്ട് നിർത്താവുന്ന, ഏത് രാജ്യത്തും കൊണ്ട് ഇത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന, ഇന്ത്യയുടെ നായകനാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിപ്രഭാവമുള്ള ശശി തരൂരിൻ്റെ അവസ്ഥ ഇന്ന് എന്താക്കി ഇവന്മാർ? ശശി തരൂരിൻ്റെ അവസ്ഥ എന്താണ്?
അതുപോലുള്ള മിടുക്കന്മാർ ഇവിടെ വന്നിട്ട് അവരുടെ അവസ്ഥ ഇതാണ്. അപ്പോഴാണ് കണ്ണൻ ഗോപിനാഥനെ പോലെയുള്ള യുവാക്കളുടെ വരവ് ഞങ്ങളെ അലോസരപ്പെടുത്തുന്നത്. കാരണം അവരുടെ ഭാവിയെ കരുതിയാണ് ഇപ്രകാരം ഞങ്ങൾ പറയുന്നത്. ഒന്നുകിൽ കണ്ണൻ ഗോപിനാഥൻ ഇവരോളം താഴണം, അല്ലെങ്കിൽ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കണ്ണൻ ഗോപിനാഥനോളം ഉയരണം. ഇത് രണ്ടിനും സാധ്യത ഇല്ല. കാരണം നമുക്കറിയാം ഇത്രത്തോളം ഞണ്ടും പാത്രം പോലെയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. തമ്മിൽ വലിച്ചു കീറാനും വലിച്ചു താഴെ ഇടുവാനും വ്യക്തിഹത്യ ചെയ്യുവാനും മത്സരിക്കുന്ന ഇവന്മാരുടെ ഇടയിലേക്കാണ് ഇദ്ദേഹം വരുന്നത് എന്നോർക്കണം. ഇദ്ദേഹത്തിന്റെ വരവറിഞ്ഞ് പലവന്മാരുടെയും നെഞ്ചിൽ പെരുമറ മുഴങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. കണ്ണൻ ഗോപിനാഥനെ പോലെയുള്ള മിടുക്കന്മാരെ കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു മുഖ്യമന്ത്രി അതല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ മുന്നിൽ നിർത്തി, പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ കള്ളബടുവ ഈ കേക്കച്ചനെയും ഈ അരമനക്കുണ്ടനെയും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് ഇതുപോലെയൊക്കെയുള്ള മിടുക്കന്മാരെ ഇൻഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ദിശാബോധം വരും, ഇതിനൊക്കെ കറക്റ്റ് ഒരു ഡയറക്ഷൻ വരും. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവന്മാരുടെ കാലിനടിയിൽ വെച്ച് എന്താ പറയുക ചവിട്ടാനുള്ള വെറും ഒരു ഇരയാക്കിയൊക്കെ നശിപ്പിക്കാനാണെങ്കിൽ സോറി കണ്ണൻ ഗോപിനാഥൻ, നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ഈ കോൺഗ്രസിലെ ഈ മരവാഴകൾ കണ്ണൻ ഗോപിനാഥോളം വളരുവാൻ ശ്രമിക്കണം, അതല്ലെങ്കിൽ കണ്ണൻ ഗോപിനാഥൻ ഇവന്മാരോളം ഫൗണ്ടേഷൻ താഴേക്ക് താഴുവാനും തയ്യാറാവണം. അതുണ്ടാവുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്നത്. ശരിക്കും ഇന്നത്തെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത് ഇതുപോലുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള യുവ നേതാക്കന്മാരാണ്. ആരെങ്കിലും ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ കളഞ്ഞിട്ട് പുറത്തിറങ്ങുമോ? എന്തായാലും ഈ തീരുമാനത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയുവാൻ ഏതാനും മാസങ്ങളോ അതല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുവാൻ സാധിക്കുമുള്ളൂ. എന്തായാലും വളരെ ആവേശത്തിലാണ് കണ്ണൻ ഗോപിനാഥൻ്റെ ആ പ്രാഥമിക അംഗത്വമൊക്കെ സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ആവേശപൂർവ്വമുള്ള ആ വാക്കുകൾ നമുക്ക് കാണാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ രാജ്യത്ത് നടക്കുന്ന കുറെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തണം എന്നുള്ള രീതിയിലാണ് രാജിവെച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് വളരെയധികം രാജ്യത്തുടനീളം യാത്ര ചെയ്തു, 80-90 ജില്ലകളിൽ യാത്ര ചെയ്തു. അവിടെ എല്ലാം ഒരു ചോദ്യം ഉണ്ടായി. പക്ഷെ ഓക്കെ, എന്താണ് തെറ്റെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്താണ് ശരി, ആരുടെ കൂടെയാണെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ എനിക്ക് എന്റെ ഒരു സ്വതന്ത്രമായ നിലപാടെന്നുള്ള ഒരു ഭയങ്കര ഒരു അഭിമാനം ഉണ്ടായിരുന്നു. എന്റെ നിലപാട് ഒരു പാർട്ടിയുടേതല്ല, എന്റെ സ്വന്തമായിട്ടുള്ളതാണെന്നുള്ളത്. പക്ഷെ ആ ഒരു യാത്രയിൽ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും പല ആൾക്കാരെയും സ്റ്റുഡന്റ് ലീഡേഴ്സിനെ എല്ലാവരെയും കണ്ട് ആ സംസാരത്തിന്റെ ഇടയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലേബലിനെ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അങ്ങ് സബ്സ്യൂമായി പോവോ, സ്വന്തം വ്യക്തിത്വം ഇല്ലാതായി പോവോ എന്നുള്ളൊരു പേടിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു ക്ലാരിറ്റി. പിന്നെ ഇവരെല്ലാം ഇവിടെ കണ്ടില്ലേ, ഇപ്പം ജിഗ്നേഷ്, കനയ്യ, സെന്തിൽ, ഇവരെല്ലാവരും ഒക്കെ ഇൻസ്ട്രുമെന്റൽ ആയിരുന്നു. അതായത് വരൂ, യു ക്യാൻ റിറ്റെയിൻ വാട്ട് യു ആർ ആൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു വിശ്വാസം വന്നതിനപ്പുറം ആണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. കേരളത്തിലെ പാർട്ടിയെ കുറിച്ച് എന്താ അഭിപ്രായം? കേരളത്തിലെ കോൺഗ്രസ് ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ 2003 കേരളത്തിൽ നിന്ന് വെളിലോട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ഓഫ്കോഴ്സ് വീടുണ്ട്, നാട്ടിൽ വരാറുണ്ട്, അതെല്ലാം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ അത്രയും വ്യക്തമായ ഒരു ധാരണയോട് എനിക്ക് കറന്റ്ലി ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഭാവിയിൽ ഐ വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ബെറ്റർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും പ്രവർത്തിക്കേണ്ടത്? ഞാൻ ജോയിൻ ചെയ്തത് ഒരു KPCC അങ്ങനല്ല. ഞാൻ ജോയിൻ ചെയ്തത് ഇവിടെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ കൂടെയാണ്. ദേശത്ത് എവിടെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അല്ലാതെ സംഘടനാപരമായ പ്രവർത്തനങ്ങളാണോ അതിൽ എന്നെ കൊണ്ടാവുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് എന്റെ ഉദ്ദേശം. അത് കംഫർട്ടബിൾ എന്നുള്ളതല്ലോ, കംഫർട്ടബിൾ ആയി സ്വീകരിക്കുന്നത് തന്നെയായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കംഫർട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ എന്താണോ ആവശ്യം അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോ ഏതാണോ പാർട്ടിയുടെ ആവശ്യം അല്ലെങ്കിൽ എവിടെയാണോ എനിക്ക് തോന്നുന്നത് എന്റെ പ്രവർത്തനം കൂടുതൽ ആവശ്യപ്പെടുന്നത് അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഇവിടെ പ്രവർത്തിക്കും ഇവിടെ പ്രവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടില്ല.
അയ്യോ അങ്ങനെ BJPക്കെതിരെയുള്ള ഒരു സന്ദേശം എന്നുള്ളതിലുപരി ഇന്ത്യയിലെ എന്നോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാകുന്ന ജനങ്ങളുണ്ട്. അവരോടുള്ള ഒരു സന്ദേശമാണ്. അവരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഒരു തീരുമാനം എടുക്കാത്തത്, എന്താണ് ലൈക്ക് വൈ ആർ യു നോ വെയർ എന്നുള്ളൊരു തീരുമാനം. അപ്പം അതിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളൊരു സന്ദേശം മാത്രമാണ്. എങ്ങനെ രാജ്യം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അല്ലാതെ ആരെ എതിർക്കണം, ആരെ തോൽപ്പിക്കണം എന്നുള്ളതിലുപരി രാജ്യം എങ്ങോട്ട് പോകണം, ജനങ്ങൾ ജയിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ രാജിവെച്ചപ്പോൾ താങ്കൾ ഇടതിനോട് പോകും, അങ്ങനെ ഇടത് സംഘടനയുമായിട്ട് ഇടത് NGO വളരെ അടുത്ത് ബന്ധപ്പെടുത്തുന്ന താങ്കൾ ഇടതിനെ നോക്കാതെ കോൺഗ്രസിലേക്ക് എന്തുകൊണ്ടാണ്? അയ്യോ അല്ല, അങ്ങനെ ആരോ പറഞ്ഞത്? ഇടത് സംഘടനയുമായിട്ട് അങ്ങനെ ഒരിക്കലും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേരളത്തിൽ നിന്ന് 12ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇതിനു മുമ്പ് വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന്, അതായത് നന്നായിട്ട് പഠിക്കുക, എഞ്ചിനീയർ ആവുക, ജോലി എടുക്കുക, കല്യാണം കഴിക്കുക, വീട് മേടിക്കുക, ഇങ്ങനെ ഒരു ജീവിതമാണ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡുള്ള ഒരു ജീവിതമാണ്. ആ ജീവിതത്തിന്റെ ഇടയിൽ ഇവിടെ വന്ന് നോയിഡയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതും, പിന്നെ അങ്ങനെ വൈഫ് പറയുന്നത് നമുക്കൊരു സിസ്റ്റത്തിനകത്ത് കയറി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നതും, അങ്ങനെ UPSCക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. അതല്ലാതെ ഒരു പൊളിറ്റിക്കലി ചാർജ്ഡ് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു അങ്ങനെ വരുന്നൊരു വ്യക്തിയല്ല. എന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്റെ ജീവിതത്തിൽ കൂടെ, എന്റെ അനുഭവങ്ങളിൽ കൂടെ ഇവോൾവ് ആയ ഒന്നാണ്. അല്ലാതെ നേരത്തെ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം വെച്ച് വരുന്നതല്ല. ഇത്രയും ജനങ്ങളുമായിട്ട് സംസാരിച്ച്, ഇത്രയും സ്ഥലങ്ങളിൽ പോയി താമസിച്ചും ഒക്കെ വന്ന് മനസ്സിലാക്കിയെടുത്തൊരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി കോൺഗ്രസുമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് ജോയിൻ ചെയ്യുന്നതാണ്. കശ്മീരുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു യാത്രയുണ്ട്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയിൽ തുടരുന്നു. സംസ്ഥാന പദവി ഇപ്പോഴും കശ്മീരിന് ലഭിച്ചിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തെ എങ്ങനെയാണ്? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് മാസങ്ങളോളം ഒരു പ്രദേശത്തെ എല്ലാ രീതിയിലും അടച്ചുപൂട്ടി വെക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനനുസരിച്ചുള്ള ഒരു ശബ്ദം അന്ന് ഉയർന്നില്ല എന്നുള്ളത് എനിക്ക് ഇന്നും വിഷമം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അറ്റ്ലീസ്റ്റ് അത് ഒരു സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിലോ വളരെ അധികം ശബ്ദത്തോടു കൂടി തന്നെ അത് ഉയർത്താൻ പറ്റുമെന്നുള്ള ഇത് മനസ്സിലാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കാൻ പറയുകയാണെങ്കിൽ മത്സരിക്കും? ഇല്ല, ഇത് ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ? ഇപ്പം വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എവിടെ മത്സരിക്കാൻ പറ്റും? ബീഹാറിൽ മത്സരിക്കാൻ പറ്റും, ബീഹാറിൽ മത്സരിച്ചേക്കാം. സോ അതിൽ കേരളത്തിനെക്കാളും ഇപ്പൊ അടുത്ത് നിൽക്കുന്നല്ലേ ബീഹാർ? ഇല്ല, അങ്ങനല്ല. നിഷേധിക്കുക അതൊക്കെ വളരെ ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ? വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.